എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ എല്ലക്കൽ ഗ്രാമത്തിലാണ്. എല്ലക്കൽ ഗ്രാമത്തിൽ കാർഷിക രംഗത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വിളകൾ പരിപാലിക്കുന്ന കാവുമ്പ്രയിൽ ബാബുച്ചേട്ടൻ്റെ അരികിലാണ്. ബാബുച്ചേട്ടാ നമസ്കാരം. അങ്ങ് എത്ര നാളായി ഇവിടെ താമസിക്കുന്നു? ആ, 60 വർഷമായി. ആ, ഇവിടേക്ക് വരുമ്പോൾ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങി വൈവിധ്യമാർന്ന വാഴകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടൊന്ന് നോക്കാം. ഇത് കപ്പ ഏതിനവാ? ഇത് ഷുഗർ ഫ്രീ കപ്പ എന്ന് പറഞ്ഞ സാധനമാണ്. ഷുഗർ ഫ്രീ. ആ, ഇത് രണ്ടും ആമ്പക്കാടനുണ്ട്. ആ, ആമ്പക്കാരനുണ്ട്. ദാ ഈ പടർന്ന് കയറിക്കുന്ന കാച്ചിലല്ലേ? നാടൻ കാച്ചിലാണ്. വേറെ വെറൈറ്റി കാച്ചിലുകളുണ്ടോ? മുളച്ചു വരുന്നേ ഉള്ളൂ. ആഫ്രിക്കൻ കാച്ചിലുണ്ട്. ഓ, അത് ശരി. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സുഹൃത്തിനടുത്ത് വാങ്ങിയതാണ്. ആ, ഇതാണല്ലേ? 100 കിലോ മുകളിൽ വിളവ് കിട്ടുന്ന കാച്ചിലാണ്. ഓ, ഇതാണ് ആഫ്രിക്കൻ കാച്ചിൽ. ആ, ശരി. അപ്പം അങ്ങ് സ്ഥലപരിമിതിയുടെ ഇടയിലും നടാവുന്നതെല്ലാം നട്ട് പരിപാലിക്കുന്നുണ്ട്. കടുവക്കയ്യൻ കാച്ചിലാണ്. ആ, ഇതാണ് കടുവാക്കയ്യൻ കാച്ചിൽ. കാച്ചിൽ എത്ര വെറൈറ്റി ഉണ്ട്? 8-10 വെറൈറ്റി കാച്ചിലുണ്ട്. ആ, കപ്പ തന്നെ ആമ്പക്കാടനുണ്ട്, പിന്നെ ഷുഗർ ഫ്രീ ഉണ്ട്, അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ഉണ്ട്. പിന്നെ സുമോക്കപ്പയുണ്ട്. ആ, സുമോക്കപ്പയുണ്ട്. നട്ടിട്ടുള്ളൂ, ഇറങ്ങാനില്ല. എത്ര നാളുകൊണ്ട് ഇത്രയേറെ വൈവിധ്യമാർന്ന ഇനങ്ങളൊക്കെ സംഘടിപ്പിച്ചത്? 2 വർഷമായി. 2 വർഷമായി. ശരി. വയ്യായി വന്നപ്പോൾ തൊട്ട് പിന്നെ വീട്ടിലിരിക്കുള്ളൂ. പുറമെങ്കിലും ഇറങ്ങി പണിയാൻ പറ്റില്ല. എന്താ വയ്യായിക വന്നത്? ഇടയ്ക്ക് 2020 സ്ട്രോക്ക് വന്നു. പിന്നെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ പിന്നെ കാഴ്ച പരിമിതി വന്നു. ഈ രംഗത്തേക്ക് അങ്ങ് തിരിഞ്ഞു. വീട്ടിൽ ഇരുന്നോട് ചെയ്യാൻ പറ്റുന്നതിന് പണി എന്നുള്ള കൃഷിപ്പണിയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് പറ്റിയെങ്കിലും പണിക്കാരെ കൂട്ടി ചെയ്യാം. സ്വന്തം നിലയിലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. അത് ശരി. അപ്പോൾ ഈ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ വേറെ എന്തെങ്കിലും ഔഷധച്ചെടി വല്ലതാണോ? അല്ല, അത് പൂ ഉണ്ടാകുന്നത്, നിറച്ച് പൂ ഉണ്ടാകുന്ന. പക്ഷേ അതിന് പേരൊക്കെ എനിക്കറിയത്തില്ല. നിറച്ച് പൂ ഉണ്ടാവും. അത് ശരി. വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നാൽ വാഴ, ഇവിടെ ഒരു വാഴ കാണുന്നുണ്ടല്ലോ. അത് മഞ്ചേരിക്കുള്ളൻ എന്ന് പറയും. അത് 5 മാസം കൊണ്ട് വില വരുന്ന വാഴയാണ്. ഓ, മഞ്ചേരിക്കുള്ളൻ. 5 അടി പൊക്കം വരുള്ളൂ. നട്ട് 5 മാസം കൊണ്ട് കുലയ്ക്കും. 6 മാസം കൊണ്ട് വിളവെടുക്കാം. ശരി. പിന്നെന്താ? ഇത് ഒരു വാഴയിനമാണ്. ഇത് ടിഷ്യൂ കൾച്ചർ വാഴയാണ്. ശരി. എറണാകുളത്ത് ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് പലയിടങ്ങളിൽ നിന്നും അങ്ങനെ സംഘടിപ്പിക്കുന്നതാണ്. ഇത് കൃഷ്ണവാഴ എന്ന് പറയും. കുള്ളൻ കർപ്പൂരവള്ളി. കുള്ളൻ കർപ്പൂരവള്ളി, അത് പൊക്കം കുറഞ്ഞ വാഴയാണ്. ശരി. അത് പാലക്കാട്, കണ്ണൂരുള്ള ഒരു സുഹൃത്തിനടുത്ത് അയച്ചു വരുത്തിയതാണ്. അയച്ചു വരുത്തു അല്ലേ? പുള്ളി 65 ഇനം വാഴകൾ, 260 ഇനം വാഴകൾ പുള്ളി കൃഷി ചെയ്യുന്നുണ്ട്. അത് ശരി. വാഴ പരിചയമായിരുന്നൊരു. അപ്പോൾ അതിൽ നിന്ന് ബാബുച്ചേട്ടന് ഒരെണ്ണം അയച്ചു വരുത്തി. കൊറിയർ ഇത് തരും. നല്ല മനസ്സിലാവും. എന്ത് ആവശ്യപ്പെട്ടാലും അയച്ചു തരും. ഈ പടർന്ന് കിടക്കുന്നത് എന്തായിട്ടാ? അത് പാവല, പഴയ നാടൻ പാവല. നാടൻ പാവല. ഒരു പേരയിലേക്കാണ് ഈ പാവല് പടർന്നിട്ടുള്ളതല്ലേ? ഈ പേരെന്തിനാ? അത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. 1 കിലോ പേരെന്ന് പറയും. കിലോ പേര. ഒരു പേരയ്ക്ക് 1 കിലോ വരും. അത് ശരി. കായ്ച്ചോ? പേരൊക്കെ ഉണ്ടായില്ല? ഉണ്ടായില്ല. വാങ്ങി നട്ടത് 1 വർഷം ആകുന്നുള്ളൂ. അപ്പോൾ വാഴകളുടെ, കപ്പകളുടെ വ്യത്യസ്തങ്ങളായ കാച്ചിലങ്ങളുടെ ഇടയിലൂടെ കടന്നു വരുമ്പോൾ കാണുന്ന ഇതെന്താ ഏട്ടാ? സോയാബീൻ. സോയാബീൻ. ഇത് എത്ര നാൾ കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും? അത് ഒരു 6 മാസത്തെ കൊണ്ട് വിളവെടുക്കാം. അത് ശരി. ഇത് നട്ടിട്ട് അധികം നാളായോ? ഇല്ല, ഇപ്പോൾ ഈ പുതുമഴയ്ക്ക് കിളുത്ത് വന്നതാണ്. അത് ശരി. ഞാൻ നട്ടതല്ല, പണ്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാവീണ് തന്നെ മുളച്ചു വന്നു. ഓ, മുളച്ചു വന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ തന്നെ വിളവെടുത്തിരുന്നു? അത് ശരി. അപ്പോൾ ഇതെല്ലാം സോയാബീൻ എന്ന് പറയുമ്പോൾ ഇത് കറി വെച്ച് കൂട്ടാൻ വെക്കാൻ നല്ല സാധനം അരിഞ്ഞ്. ഇതിങ്ങനെ പൂവിട്ടിട്ടേ ഉള്ളൂ അല്ലേ? പൂവിട്ടുള്ളൂ. കൊലയായിട്ട് ഒരുപാടുണ്ടാകും. ഒരു കൊലയിൽ തന്നെ ഒരു 100 എണ്ണം കാണും. ഓ, ശരി. അത്രയും പൂവുകൾ കണ്ടില്ലേ, മുട്ടുകൾ കണ്ടില്ലേ, അതെല്ലാം ആയിട്ട് തരും. ഞാൻ ആദ്യമായിട്ടാണ് സോയാബീൻ ഇങ്ങനെ കാണുന്നത്. നമ്മൾ ഈ ചങ്ക്സ് കാണുന്നല്ലേ ഉള്ളൂ. അതെ 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 അതെ. ഇത് ചേമ്പുകളാണ്. ചെറുചേമ്പ്, നീല കളർ വരുന്നത്. ഇത് നെയ്ച്ചേമ്പെന്ന് പറഞ്ഞ സാധനം. സെബാസ്റ്റ്യൻ ചേട്ടൻ എന്നാണ്. ശരി. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നും ഇത് കൃഷിക്കാർ സാധനങ്ങൾ കൂടുതൽ ഇടുക്കി ജില്ലയിലാണോ ഉള്ളത്. കണ്ണൂർ സൈഡിലേക്കാണ് ഇങ്ങനെ കൃഷിക്കാർ കൂടുതലുള്ളത്. ശരി. ഈ പടർന്നു പോകുന്ന കാച്ചിൽ അത് നാടൻ കാച്ചിലാണ്. നാടൻ കാച്ചിലാണ്. ചാക്കിനകത്തും ഉണ്ടല്ലോ പല ഇനങ്ങൾ. പറമ്പിലേക്ക് ഇറങ്ങി പടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ വീട്ടിലും ചെയ്യാലോ. മാലക്കാച്ചിൽ, കുഴിനിറയൻ ചേമ്പ്, വെള്ള,
തൂണൽ കാച്ചിൽ, പൂണങ്കാച്ചിൽ, കുഴി നിറയൻ ചേമ്പ്, മക്കളെ പോറ്റി ചേമ്പ്, പാൽ ചേമ്പ്, കറി വെച്ച് കൂട്ടാൻ ഉപയോഗിക്കുന്ന ചേമ്പാണ് പാൽച്ചേമ്പ്. അത് ശരി. കുഞ്ഞത്തിന് കറി വെക്കാൻ കൂടും. നാടൻ കാച്ചില്. പിന്നെ ഇങ്ങോട്ട് വന്ന ചേമ്പുകൾ കുറെ ഇനം ഉണ്ടല്ലേ. ഒരു ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ വളർന്നു തന്നെ വളർന്ന ചേർന്നല്ലേ പണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അരി വീണ് മുളച്ചു. ഈ മാവ് ഏതിനാ? അത് നാടൻ മാവാണ്. നാടൻ മാവാണ്. ഈ കൊല കുത്തി കായ്ച്ചിട്ടുണ്ടല്ലേ. നിറച്ച കഴിക്കും. അച്ചാറിടാനും പഴുത്താലും നല്ല മധുരം. പച്ചക്ക് പുളിയാണ്. പഴുത്താൽ നല്ല മധുരമുള്ള മധുരമുണ്ട്. അത് ശരി. വീണ്ടും ചേമ്പുകളുടെ ഇടയിലേക്ക് തന്നെ വന്നു. ചെറുചേമ്പാണ്. ഇത് ചെറുചേമ്പ അല്ലേ. ഇതാ ഇവിടെ കുരുമുളക് കാണുന്നുണ്ട്. അത് നഴ്സറി നമുക്ക് പറമ്പിൽ നടാനായിട്ട് കൈ മേടിച്ച് വെച്ചേക്കുന്നത്. എന്തരം അത്? അത് കൈരളി പെപ്പർ. കൈരളിയാണ്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നാല് ഇത് വള്ളിയായിട്ട് പടർന്നു കയറുന്ന പയറുകളാണ്. പാഷൻ ഫ്രൂട്ടും എല്ലാം ഉണ്ട്. ഈ വാഴ നടാനുള്ളതാണ്. അത് നടാൻ വേണ്ടി ഞാൻ വിത്ത് മേടിച്ചു വെച്ചാണ്. ശരി. കണ്ണൂർ ഒരു സുഹൃത്തിനോടൊന്ന് മേടിച്ച തലേനെ കൊണ്ടത്. അപ്പോൾ ഈ കൊച്ചു വീട്ടുമുറ്റത്ത് നമ്മൾ എണ്ണിയാൽ വൈവിധ്യമാർന്ന ഒട്ടേറെ ഇനങ്ങൾ, നൂറുകണക്കിന് ഇനങ്ങൾ നമുക്ക് ഈ കൊച്ചു വീട്ടുമുറ്റത്ത് തന്നെ ബാബുച്ചേട്ടൻ്റെ വീട്ടുമുറ്റത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നടാൻ വേണ്ടിയിട്ട് അത് അവിടെ നട്ടിരിക്കുന്നതാണ്. ഓ അത് ശരി. വെണ്ടയൊക്കെയാണ്. സാമ്പ്രാട്ട് വെണ്ട എന്ന് പറയുന്നതാണ്. ആണോ? അതിന്റെ പ്രത്യേകത ഒരുപാട് വിളവുണ്ടാവും. അത് ശരി. വലിയ കായാണ്. പിന്നെ ഇത് ഈ സൈഡ് വയ്ക്കുന്ന ചുമല വെണ്ട എന്ന് സാധനം. ശരി. ഇതിനകത്തോ? വെള്ളക്കൂവയാണ്. വെള്ളക്കൂവ. പൊടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളക്കൂവ. പച്ചക്ക് തിന്നാനും കൊള്ളാം. അത് ശരി. കടിച്ചു മുറിച്ചില്ല. എന്തായാലും വിളവൈവിധ്യങ്ങളുടെ കാര്യത്തിൽ, അതായത് വിത്തുകൾ കിട്ടുന്നത് ശേഖരിച്ച്, കിഴങ്ങ് വർഗ്ഗ വിളകൾ ശേഖരിച്ച്, വൈവിധ്യമാർന്ന കാച്ചിലിനങ്ങൾ, ചേമ്പിനങ്ങൾ ഒക്കെ ബാബുച്ചേട്ടൻ എല്ലക്കല്ലിലെ ബാബു കാവുമ്പ്രയിൽ പരിപാലിക്കുകയാണ്. ആ കാഴ്ചകളാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. ചെറുകിഴങ്ങ്